നമസ്കാരം, ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓരോരോ നിറങ്ങളുണ്ടാവും. ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ നമ്മുടെ വാർഡ്രോബിൽ ഒന്നോ രണ്ടോ എണ്ണമെങ്കിലും വാങ്ങി വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആവുക ഈ വസ്ത്രങ്ങൾ ഇടുമ്പോഴായിരിക്കും. ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. ചന്ദ്രലേഖയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഡിഷ് ഒരു മൾട്ടി ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് മിക്സ് ഉള്ള ഒരു പാൻ കേക്കാണ്. ഒരു ലെൻസ് കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ടുള്ള ഒരു അവയവമാണ് കണ്ണിൻ്റെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെളിച്ചം കിടന്ന് കണ്ണിനുള്ളിൽ പ്രവേശിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെട്ട് വെളിച്ചം ഉള്ളിലോട്ട് കയറാത്ത വരുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് തിമിരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും തന്നെ വർക്ക് ചെയ്യുന്നവരാണ്, ബിസി ലൈഫൊക്കെ ഫോളോ ചെയ്യുന്നവരാണ്. അപ്പം നമുക്ക് കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വേണമായിരിക്കും പലപ്പോഴും ജോലിക്ക് പോകാൻ. അപ്പം നമ്മൾ കാര്യങ്ങൾ എളുപ്പമാക്കാൻ കിച്ചണിലൊക്കെ ചില മിനുക്ക് പണികൾ, ചില എളുപ്പ പണികളൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. ഇത്തരത്തിലൊരു വഴി പറഞ്ഞു തരാം. നമ്മുടെ ഫ്രിഡ്ജിൽ പച്ചക്കറികൾ സൂക്ഷിക്കുമ്പോൾ പെട്ടെന്ന് കേടാവുന്നതും കേടാവാത്തതും തമ്മിൽ തരം തിരിച്ച് വെച്ചാൽ നമുക്കത് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് കുക്കിംഗ് ഒക്കെ വേഗം തീർക്കാൻ പറ്റും. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഇനി ഒരു കുക്കറി സെഗ്മെൻറ്റ് കാണാം. ഹലോ വ്യൂവേഴ്സ്, എൻ്റെ പേര് ജിമോൾ. ഞാൻ ബേസിക്കലി ഒരു ഹോം ബേക്കറാണ്. ഇന്ന് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഡിഷ് ഒരു മൾട്ടി ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് മിക്സ് ഉള്ള ഒരു പാൻ കേക്കാണ്. യൂഷ്വലി നമ്മളെല്ലാവരും കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷേ പ്രത്യേകിച്ച് ജോലിയുള്ളവർക്ക് തിരക്കിനിടയിൽ എവിടെയാണ് നേരം? അപ്പോൾ ഇത് ക്വിക്കായിട്ട് ഒരു 5 മിനിറ്റ്സിൽ വളരെ ടേസ്റ്റി ആയിട്ട് എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട് നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു ഡിഷാണ്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി പാൻ കേക്കിന് വേണ്ട സിമ്പിൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആപ്പിളാണ്. ആപ്പിൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ആപ്പിൾ ഉണ്ട്. ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു 1.5 ആപ്പിൾ മതിയാകും. പിന്നെ ഒരു 3-4 ചെറുപഴം. പിന്നെ ഉള്ളത് റാഗി ഫ്ലവറാണ്. നമ്മുടെ വീട്ടിൽ ആർക്കും പൊതുവേ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഉള്ളത് വീറ്റ് ഫ്ലവർ, ഗോതമ്പ് പൊടി. പിന്നെ ഉള്ളത് ഓട്സ് പൊടിച്ചത്. ഓട്സ് തരിയായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇതിൽ ഒട്ടും ഷുഗർ ചേർക്കണില്ല, വിച്ച് ഇസ് വെരി ഹെൽത്തി. ഇത് ഹണിയാണ്. ഷുഗറും ആഡ് ചെയ്യാം, പഞ്ചസാര ആഡ് ചെയ്തത് കുഴപ്പമില്ല. എന്നാലും ഹണി ആണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. പിന്നെ ഈ ബാറ്ററിനൊരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് പാല്. പിന്നെ ഈ ഡിഷിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ കൃത്യമായിട്ട് ഇത്ര ക്വാണ്ടിറ്റി ഇൻഗ്രീഡിയൻറ്റ് വേണമെന്നില്ല. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വീട്ടിൽ വളരുന്ന ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നമ്മൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ വേറെ ഏതെങ്കിലും ഇപ്പോൾ നവധാന്യപ്പൊടി അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഏത് ഫ്ലവർ വേണമെങ്കിലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഷുഗറുള്ള ആൾക്കാർക്കും, സിവിയർ ഡയബറ്റിക് അല്ല, സ്ലൈറ്റ്ലി ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും കഴിക്കാൻ. കാരണം ഇത് ഹണിയാണ്, ഷുഗറില്ല. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ മിക്സറിലേക്ക് ആദ്യം ഫ്രൂട്ട്സ്, അതായത് ആപ്പിളും പഴവും ആദ്യം മിക്സ് ചെയ്യുക. ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ഫ്ലവർ ഇതിൽ മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പാലും ഹണിയും കുറേശ്ശെയായിട്ട് നമുക്ക് ഈ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ആഡ് ചെയ്യാം. എത്രത്തോളം ഹണി ചേർക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് വേരി ചെയ്യും. കാരണം പഴവും ആപ്പിളും, പ്രത്യേകിച്ച് വീട്ടിലുണ്ടാകുന്ന പഴമാണെങ്കിൽ ഓൾറെഡി നല്ല സ്വീറ്റ് ആയിരിക്കും.
അപ്പോൾ ഒത്തിരി ഹണി ചേർക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് പകർത്തിയെടുക്കാം. നമ്മൾ പേസ്റ്റ് ഇത് നമ്മൾ പകർത്തിയെടുത്തു. ഇത് നല്ലൊരു ഫോളിങ് കൺസിസ്റ്റൻസി, ഒട്ടും കട്ട ഇല്ലാതെ ചങ്ക്സ് ഒന്നും ഇല്ലാതെ നല്ലതായിട്ട് പേസ്റ്റായിട്ട് വരണം. അതിലേക്ക് നമുക്ക് ഈ പൊടികൾ ഫ്ലവേഴ്സ് നമുക്ക് പതുക്കെ ആഡ് ചെയ്ത് തുടങ്ങാം. ഇത് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. റാഗി ആഡ് ചെയ്തു. പിന്നെ നമുക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. ഇത് മിക്സ് ചെയ്ത് വരുന്തോറും ബാറ്ററിന് കട്ടി കൂടും, അതിൻ്റെ തിക്ക് കൺസിസ്റ്റൻസി ആകും. പക്ഷേ അതനുസരിച്ച് നമ്മൾക്ക് ഇവിടെ നമ്മൾ പാല് ചേർത്തിട്ടുണ്ട്, പാല് എടുത്തിട്ടുണ്ട്, പാല് ആഡ് ചെയ്ത് അത് നമുക്ക് നേർപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഗോതമ്പ് പൊടിയും മിക്സായി. ഇനി നമുക്ക് ഓട്സ് പൗഡർ ചേർക്കാം. സാധാരണഗതിയിൽ ഗോതമ്പ് ദോശ, അതുപോലെ റാഗി കുറുക്ക്, പോറിജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പിള്ളേർ ഒട്ടും കഴിക്കാറില്ല സാധാരണ വീടുകളിൽ. പക്ഷേ ഇത് പാൻ കേക്ക് എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഒത്തിരി ന്യൂട്രീഷ്യസ് ആണ്, ടേസ്റ്റിയുമാണ്. ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഒത്തിരി ഫ്രൂട്ട് കണ്ടൻറ്റ് അവർക്ക് കഴിക്കാനായിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഹണി ചേർക്കാം. ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഹണി ആഡ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്യണം. അപ്പോൾ ഒട്ടും മധുരം കൂടത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇത് കുറച്ചും കൂടി ഈസിലി ഫ്ലോയിങ് ആയിരിക്കണം. അപ്പോൾ നമ്മൾക്ക് അതനുസരിച്ച് പാല് മിക്സ് ചെയ്യാം. ഇനി ഹാൻഡ് മിക്സിങ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ആ ഒരു പാൻ കേക്കിന് ആ ഒരു ഫ്ലഫിനെസ് കിട്ടാനായിട്ട് മിക്സിയിൽ തന്നെ നമ്മൾ മിക്സറിൽ ഒരു തവണ കൂടി ബീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോഴും വളരെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാല് ആഡ് ചെയ്തു. സ്വീറ്റ് ഇനഫ്. ഇനി ഹണി ചേർക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന അനുസരിച്ച് ടേസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും മധുരം കൂടാതെ കറക്റ്റ് നിങ്ങളുടെ രുചിക്ക് അനുസരിച്ചുള്ളത് കിട്ടുന്നത്. ബീറ്റ് ചെയ്ത മിക്സർ നമ്മൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി വയ്ക്കണം. ഈ മിക്സിലേക്ക് വേണമെങ്കിൽ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. അത് നമ്മുടെ പാൻ കേക്കിൻ്റെ ഫ്ലഫിനെസ്, ആ ഒരു സോഫ്റ്റ്നെസ് കൂട്ടും. പക്ഷേ ജനറലി ബേക്കിംഗ് സോഡ ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. സ്പെഷ്യലി ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ആളുകൾക്ക് ബേക്കിംഗ് സോഡ ഒത്തിരി പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു അവോയ്ഡ് ഇറ്റ്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഒത്തിരി ഫ്ലഫി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ് നോക്കുന്നതെങ്കിൽ ഇത് കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാവുന്നത്. ഞാൻ കുറച്ചുകൂടി പാല് ചേർക്കുകയാണ് ആ ഒരു കൺസിസ്റ്റൻസി ശരിയാവാനായിട്ട്. ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ കിട്ടണം. എങ്ങനെയായെന്ന് നോക്കാം.
പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ആദ്യം ഒന്ന് പേസ്റ്റാക്കി, അതിനുശേഷം ഗോതമ്പ് പൊടി, അതുപോലെ ഓട്സ് പൊടിച്ചത്, റാഗി, ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് നല്ലതായിട്ട് മിക്സിയിൽ അടിച്ച് ഒരു നല്ല ഫോളിങ് കൺസിസ്റ്റൻസിയിൽ വച്ചിട്ട് ഇപ്പോൾ നമ്മളിത് സെർവിങ് ബൗളിലേക്ക് ഇത് പകർന്നെടുത്തു. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇത് സെറ്റ് ആവാനായിട്ട്, എല്ലാ ഫ്ലേവറും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ സെറ്റ് ആയിട്ടുണ്ട് 10 മിനിറ്റിൽ. നമ്മൾക്കിത് ഇപ്പം ജസ്റ്റ് നമ്മുടെ ദോശ പാൻ വെച്ചിട്ട് ചെറുതായിട്ട് ചൂടാക്കി, ഒത്തിരി വലിയ തീയിൽ വയ്ക്കരുത്, അപ്പം അത് ഷേപ്പ് ഇല്ലാതെ പോവും. അത് ചെറിയ തീയിൽ ഓൺ ചെയ്തിട്ട് ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, നമ്മൾക്ക് പാൻ കേക്ക് ട്രൈ ചെയ്ത് നോക്കാം. പാൻ കേക്ക് നമ്മൾ യൂഷ്വലി ചെയ്യുമ്പോൾ ദോശ പോലെ വലിയ സൈസിൽ പരത്തത്തില്ല, കുട്ടി കുട്ടി ചെറിയ ദോശ ആ ഒരു സൈസിലെ നമ്മൾ പാൻ കേക്ക് എടുത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കാണ്, അതിൽ ഇത്രയും പൊടികളും അതുപോലെ തിക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് പോയേക്കണേ. അപ്പോൾ അത് കുറച്ച് കുക്കാവാൻ കുറച്ച് ടൈം എടുക്കും, ചെറിയ തീയിൽ നല്ലതായിട്ട് കുക്കായിട്ട് വരണം. സാധാരണഗതിയിൽ നമ്മൾക്ക് മൈദ ഇത്തരം പൊടികൾ ചേർക്കാതെ മൈദ വച്ചിട്ടും പാൻ കേക്ക് ഉണ്ടാക്കാം. അത് കുറച്ചും കൂടി ഫ്ലഫിയർ ആയിരിക്കും, സോഫ്റ്റർ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ തികച്ചും 0 ആണ്. അപ്പോൾ എന്തുകൊണ്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും കൊടുക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടും ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി അല്ലെങ്കിൽ വീട്ടിൽ എന്ത് അവൈലബിൾ ആയിട്ടുള്ള അരിപ്പൊടി നമ്മൾ യൂസ് ചെയ്യത്തില്ല, അതിൽ നല്ല ടെക്സ്ചർ വരത്തില്ല. അരിപ്പൊടി ഒഴിച്ച് വേറെ എന്ത് ഇതുപോലെ പൊടി ഉണ്ടെങ്കിലും, നവധാന്യപ്പൊടി അല്ലെങ്കിൽ ഏതെങ്കിലും ബദാമോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ നട്ട്സ് പൊടിച്ച് ഇതായിട്ടുള്ള പൊടികളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അതിൽ ഫൈനായിട്ട്, വളരെ തരിയില്ലാതെ ഫൈനായിട്ട് പൊടിച്ച് ഏത് പൊടി വേണമെങ്കിലും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പഴങ്ങളും. ഇതിൻ്റെ ഒരു സൈഡ് പതുക്കെ കുക്കായിട്ടുണ്ട്, നമുക്കത് തിരിച്ചിടാം. പാൻ കേക്ക് ഏകദേശം മുഴുവനായിട്ട് വെന്തിട്ടുണ്ട്. തിരിച്ചിട്ട സൈഡ് കൂടി ഒന്ന് ബ്രൗൺ ആയിട്ട് നമുക്കത് എടുക്കാം. പഴമൊക്കെ നമ്മൾ നല്ലതായിട്ട് മിക്സിയിൽ അടിച്ച് ആ ഒരു ഫ്രൂട്ട് പൾപ്പ് ഉള്ളതുകൊണ്ട് ഒത്തിരി സോഫ്റ്ററാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് കൊടുക്കാവുന്നതാണ്, തീരെ ചെറിയ കുട്ടികൾക്ക് പോലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് 2 സൈഡും കുക്കായി. നമുക്കിത് സ്ലോലി എടുത്തിട്ട് സെർവിങ് ഡിഷിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ക്വിക്ക് ആൻഡ് ഈസി പാൻ കേക്ക് റെഡിയായി. ഇത് പ്ലെയിനായിട്ട് കഴിക്കാം. അതുപോലെ ചോക്ലേറ്റ് സോസ് ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് സോസ് ഇതിന് മീതെ ഡ്രിസിൽ ചെയ്യാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അല്ലെങ്കിൽ കുറച്ച് ഹണി, നമ്മുടെ കയ്യിലുള്ള ഹണി കുറച്ച് ഇതുപോലെ ഡ്രിസിൽ ചെയ്ത്, ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ബനാന അല്ലെങ്കിൽ ആപ്പിൾ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇതിന് മീതെ ചോപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പ്ലെയിനായിട്ടും വളരെ ടേസ്റ്റിയാണ്, ഈസിയാണ്, പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു. ഇനി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡോക്ടർ സെഗ്മെൻറ്റ് കാണാം.
കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നേത്ര സംരക്ഷണത്തിൻ്റെ ആവശ്യകതയും കണ്ണുകളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ ഡോക്ടർ മാത്യു ജെയിംസ് പറയുകയുണ്ടായി. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ നേത്രവിദഗ്ധനായ ഡോക്ടർ മാത്യു ജെയിംസിനെ സ്വാഗതം ചെയ്യാം ഈ പ്രോഗ്രാമിലേക്ക്. സ്വാഗതം സർ. ഡോക്ടർ, അതേപോലെ ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്നൊരു രോഗം തന്നെയാണ് കണ്ണിനെ ബാധിക്കുന്ന തിമിരം. ഈ തിമിരം ബാധിക്കുന്നതിന് പ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സാധാരണ കേൾക്കുന്നത് പ്രായമുള്ള ആളുകൾക്കാണ് തിമിരം ബാധിക്കുന്നത്, പക്ഷേ ഇന്നിപ്പോൾ ചെറിയ കുട്ടികളിലും ബാധിച്ച് കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് തിമിരം? എന്താണ് ശരിക്കും തിമിരം എന്ന് പറഞ്ഞാൽ എന്താണ്? തിമിരം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെൻസുണ്ട്. ആ ലെൻസിൽ വരുന്ന ഒരു അസുഖമാണ് തിമിരം എന്ന് പറയുന്നത്. ലെൻസിൻ്റെ ക്ലാരിറ്റി, ഒരു ലെൻസ് കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ടുള്ള ഒരു അവയവമാണ് കണ്ണിൻ്റെ ഒരു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെളിച്ചം കിടന്ന് കണ്ണിനുള്ളിൽ പ്രവേശിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെട്ട് വെളിച്ചം ഉള്ളിലോട്ട് കയറാത്ത വരുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് തിമിരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. തിമിരം പല ഗ്രേഡിലുണ്ടാവും. ചിലപ്പം ചെറിയ രീതിയിൽ മൈൽഡായിട്ടുള്ള തിമിരാവാം, അല്ലെങ്കിൽ ഫുൾ വൈറ്റ് ആയിട്ട് കാണുന്ന ടോട്ടലായിട്ടുള്ള ഒരു കാറ്ററാക്ട് വരാം. ഇനി തിമിരം എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് പറയുന്നത്, അത് ഒരു അമ്മയുടെ ഗർഭസ്ഥാവസ്ഥയിൽ, അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ, കുഞ്ഞ് ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് വരുന്ന ചില ഇൻഫെക്ഷൻസ് ആവാം, അല്ലെങ്കിൽ ചില മെറ്റബോളിക് ചേഞ്ചസ്, ഫോർ എക്സാമ്പിൾ കാൽഷ്യത്തിൻ്റെ കുറവ് വരിക, അല്ലെങ്കിൽ വേറെ ചില ഗാലക്ടോസീമിയ, അങ്ങനെ കുറച്ച് ചില അസുഖങ്ങളിൽ ഈ തിമിരം വരാൻ സാധ്യതയുണ്ട്. ഇനി പ്രസവത്തിന് ശേഷമാണെങ്കിലും കൊച്ചിന് ചില വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരുവാണെങ്കിൽ ഇത് വരാൻ സാധ്യതയുണ്ട്, കാറ്ററാക്ട് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സിലും കൊച്ചിന് കാറ്ററാക്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ തിമിരത്തിന് സർജറി ചെയ്ത ശേഷം വീണ്ടും തിമിരം വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒരു തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വാഭാവികമായിട്ടുള്ളൊരു ലെൻസ് ഉണ്ട്. ആ ലെൻസിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ലെൻസ് നമ്മൾ എടുത്തു മാറ്റി അതിന് പകരമായിട്ട് മറ്റൊരു പുതിയ ലെൻസ്, ആർട്ടിഫിഷ്യൽ ലെൻസ് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ പുതിയതായിട്ടിരിക്കുന്ന ലെൻസിൻ്റെ പുറകിൽ ചില സമയത്ത് പാട വരാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ സർജിക്കലി അതിനുള്ള മുൻകരുതലുകൾ എടുക്കാറുണ്ട്. കുട്ടികളുടെ സർജറി ചെയ്യുമ്പോൾ ഒരു പ്രായമുള്ള ഒരു വ്യക്തിയെ ചെയ്യുന്നത് പോലെയല്ല കുട്ടികളുടെ സർജറി, കാറ്ററാക്ട് സർജറി. രണ്ടുപേർക്കും ഡിഫറെൻ്റ് ആണ് സർജറീസിൽ. ചില സ്റ്റെപ്സ്, എല്ലാ സ്റ്റെപ്സും അല്ല, ചില സ്റ്റെപ്സ്. അപ്പോൾ ആ സ്റ്റെപ്സ് നമ്മൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കാറുണ്ട്. എന്നിരുന്നാലും ചില കുട്ടികളിൽ നമ്മൾ ലെൻസ് ഇട്ടതിന് ശേഷം ചെറിയൊരു രീതിയിൽ ചിലപ്പോൾ ഈ ഒരു മെംബ്രെയിൻ ഫോർമേഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു പാടയാണ് വരുന്നത്, വീണ്ടും തിമിരമല്ല വരുന്നത്, ഒരു പാടയാണ് വരുന്നത്. അപ്പോൾ ആ പാടയെ ചില സമയത്ത് നമ്മൾ വീണ്ടും കൊച്ചിനെ തിരിച്ച് വിളിച്ച് ആ പാടയെ നീക്കം ചെയ്യുന്ന ഒരു മൈനർ സർജറിയും കൂടെ ചിലപ്പോൾ പിന്നീട് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ സാധാരണ എല്ലാവർക്കും ചില ജീവിതശൈലി രോഗങ്ങളുണ്ട്, അത് പ്രഷർ, പ്രമേഹം തുടങ്ങിയവ. ഇതൊക്കെ കണ്ണിനെ എത്രമാത്രം ബാധിക്കുന്നുണ്ട്? അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഈ കണ്ണിനുള്ളിൽ പ്രഷർ കുറയ്ക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? പ്രഷർ കുറയ്ക്കുന്ന ട്രീറ്റ്മെൻറ്റ് പ്രായമായവരിലും കുട്ടികളിലും ഇതിൻ്റെ പ്രതിഫലനം ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. കുട്ടികളിലാണെങ്കിൽ കൃഷ്ണമണിയുടെ സൈസിൽ സ്വല്പം വലിപ്പം കൂടും, കണ്ണിൽ നിന്ന് വെള്ളം വരാൻ സാധ്യതയുണ്ട്, കൃഷ്ണമണിയുടെ തെളിച്ചം പോവും, കൃഷ്ണമണി ഒരു വെളുത്ത നിറത്തിലോട്ടൊക്കെ കിടന്നു വരും. അപ്പോൾ ഈ രീതിയിലൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗ്ലോക്കോമ എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ഇങ്ങനെ കുട്ടികളിൽ ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഗ്ലോക്കോമയ്ക്ക് എല്ലാ സമയത്തും മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രോപ്സ് ഉണ്ട് ഗ്ലോക്കോമയുടെ പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത്. കുട്ടികളിൽ ഡ്രോപ്സ് ഉപയോഗിച്ച് കൺട്രോൾ ആവുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് പൊതുവേ കുട്ടികളിൽ കുറവാണ്. മെഡിക്കലി അത് കൺട്രോൾ ചെയ്യപ്പെടുന്നത് വളരെ അപൂർവം, കുറച്ച് കുട്ടികളുടെ മാത്രമേ അത് മെഡിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റാറുള്ളൂ. കൂടുതൽ കുട്ടികൾക്കും സർജറി ചെയ്യേണ്ടി വരും. പ്രായമായവരിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് അത്യാവശ്യം സക്സസ്ഫുൾ ആണ്. അപ്പോൾ അത് കൂടുതൽ ആൾക്കാരും മെഡിക്കൽ മാനേജ്മെൻറ്റാണ് പ്രായമാരിൽ ഗ്ലോക്കോമയിൽ ചെയ്യുന്നത്. സർജറി അത് മെഡിക്കൽ മാനേജ്മെൻറ്റ് സക്സസ്ഫുൾ ആവാതെ വരുന്ന ചുരുക്കം ചിലരിൽ മാത്രം സർജിക്കലി നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കോങ്കണ്ണ് എന്നുള്ളത്. അത് സൗന്ദര്യപരമായ പ്രശ്നം മാത്രമല്ല, ചില കാഴ്ചയിലും അതൊരു ബാധിക്കുന്നുണ്ട്. ആ ഒരു കോങ്കണ്ണിന് ശരിയായൊരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഉണ്ടോ? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കോങ്കണ്ണ് വരുവാണെങ്കിൽ അത് ന്യൂറോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് കാരണം കൊണ്ട് വരുന്ന കോങ്കണ്ണാവാം, അല്ലെങ്കിൽ ഒരു കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥ കാരണം വരുന്ന ഒരു കോങ്കണ്ണാവാം, അല്ലെങ്കിൽ മറ്റുള്ള പല കണ്ണിൻ്റെ അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ
തിമിരം അല്ലെങ്കിൽ കണ്ണിനുള്ള ഞരമ്പിനുള്ള കേട് അതിനായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന കോങ്കണ്ണാവാം. അപ്പോൾ ഓരോ കാരണങ്ങളനുസരിച്ച് വേണം നമ്മൾ കൊങ്കണ്ണിനെ വിലയിരുത്താനും അതിനെ ട്രീറ്റ് ചെയ്യാനും. കണ്ണിന് കാഴ്ചക്കുറവിൻ്റെ കാരണം കൊണ്ടാണുള്ള കോങ്കണ്ണാണെങ്കിൽ ആദ്യം കാഴ്ചക്കുറവിനെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത്. ജന്മനാ ഉള്ള ഒരു കോങ്കണ്ണ് അത് ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റാൻ പറ്റും? ജന്മനുള്ളതും ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റാൻ സാധിക്കും. ഇൻഫാക്റ്റ് എപ്പോൾ വന്നു എന്നുള്ളതല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്ത് ടൈപ്പ് ഓഫ് കോങ്കണ്ണാണെന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. കോങ്കണ്ണിൻ്റെ ആ ഒരു പ്രശ്നത്തെയാണ്. എപ്പോൾ വന്നതാണെങ്കിലും അതിൻ്റെ ചിലപ്പോൾ ഡെവലപ്മെൻ്റലി മസിൽസേ ഉണ്ടായിട്ടില്ല എന്നൊരവസ്ഥ ചില സമയത്ത് വരാറുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ മസിൽസും അല്ലെങ്കിൽ ഞരമ്പുകൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞരമ്പുകളില്ലാത്തൊരു ഞരമ്പിൻ്റെ ഒരു അബ്നോർമൽ സിറ്റുവേഷനാണ്, ഞരമ്പിന് അബ്നോർമലായിട്ട് വരുന്ന സിറ്റുവേഷനാണ് DRS എന്ന് പറയുന്നത്, ഡുബാൻസ് റിട്രാക്ഷൻ സിൻഡ്രോം. അതിനകത്ത് കൊച്ചിൻ്റെ ഒരു കണ്ണ് ഒരു ഭാഗത്തോട്ട് നീങ്ങുന്നേ ഇല്ല. അപ്പോൾ അതിനകത്ത് വളരെ പരിമിതമായ കേസുകളിലേ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് സക്സസ്ഫുൾ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം എല്ലാ കേസസിലും നമുക്ക് സക്സസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈഡിലോട്ട് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ സൃഷ്ടിയിലെ അതിനകത്ത് ഒരു ഡെവലപ്മെൻറ്റ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ പ്രോബ്ലം അനുസരിച്ചാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ജന്മന വന്നു എന്നുള്ളത് കൊണ്ട് ഒരു കോങ്കണ്ണ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതായി പോകുന്നില്ല. ഡോക്ടർ, പലപ്പോഴും ഒരു മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രശ്നം തന്നെയാണ്, അവരുടെ ഒരു സൗന്ദര്യ പ്രശ്നം തന്നെയാണ്. കണ്ണുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ, അല്ലെ ഏറ്റവും പെട്ടെന്ന് തന്നെ ആ ഒരു പ്രായം അറിയാൻ പറ്റുന്നത്. കണ്ണുകളുടെ ഒരു പഴയ ഭംഗി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ചുരുങ്ങുന്നു, കണ്ണിൻ്റെ വലിപ്പം കുറയുന്നു, അങ്ങനെയുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങൾക്ക് ഒരു പ്രിക്വേഷൻ ഉണ്ടോ? അങ്ങനെയൊന്നും വരാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്വേഷൻ ഉണ്ടോ? മെയിൻ തിങ് ഒരു കണ്ണിന് ചുറ്റുള്ള ഭംഗിയിൽ പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ള കുറച്ച് കണ്ടീഷൻസ് ഞാൻ ആദ്യം പറയാം. ഒന്ന്, കണ്ണിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് ചുളിവുകൾ വരിക. ഈ രണ്ട് സൈഡിൽ ക്രോഫീറ്റ് എന്ന് പറയും നമ്മൾ. ഈ ചുളിവുകൾ വന്ന് കൂടുന്നു. അത് മുഖത്തൊക്കെ വരുന്നത് പോലെ തന്നെ സൈഡിൽ ചുളിവുകൾ വരാം. അല്ലെങ്കിൽ നമുക്ക് ഫാറ്റി സ്വെല്ലിങ്സ് കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ മോൾവശത്തായിട്ടോ തൊലി തൂങ്ങിക്കിടന്ന് നമുക്കൊരു അഭംഗി, ഇവിടെ ഇങ്ങനെ തൊലി തൂങ്ങിക്കിടക്കും, അല്ലെങ്കിൽ മുകളിലായിട്ട് തൊലി തൂങ്ങിക്കിടക്കും. കണ്ണൊരു കുഷൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, ഒരു ഫാറ്റി കുഷൻ്റെ ഉള്ളിലാണ്. കാരണം എന്തെങ്കിലും തട്ടിയാലോ ഒന്നും ചെയ്താലോ കണ്ണിന് കേട് വരാൻ പാടില്ല. അപ്പോൾ ദൈവം തന്നെ കണ്ണിനെ ഒരു ഫാറ്റി കുഷൻ്റെ ഉള്ളിലാണ് അതിനെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഫാറ്റി കുഷൻ ചില സമയത്ത് ചെറുതായിട്ട് പുറത്തോട്ട് ചാടും, ഇച്ചിരി തൂങ്ങിക്കിടക്കും. ആ ടിഷ്യൂസിൻ്റെ പ്രായം വന്ന ടിഷ്യൂസിൻ്റെ എലാസ്റ്റിസിറ്റി പോയി കഴിയുമ്പോൾ അപ്പോൾ അതാണ് ഇങ്ങനെ സ്വെല്ലിങ്സ് ആയിട്ട് കാണുന്നത്. അതിന് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ബ്ലിഫ്രോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സാണ് ഇന്നത്തെ കാലത്ത്. ഫോറിനിലൊക്കെ നല്ല കോമൺ ആണ്. ഇവിടെ അത്രയധികം ആൾക്കാർ അതിലോട്ട് അത്രയും ചെയ്യാറില്ല. കാരണം they are not much cosmetically oriented presently, I think. But that is a commonly done procedure. ബ്ലിഫ്രോപ്ലാസ്റ്റി എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഓക്കെ. നേത്ര സംരക്ഷണം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചും കണ്ണുകളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുമൊക്കെ ഡോക്ടർ മാത്യു ജെയിംസ് വളരെ വിശദമായി തന്നെ പറയുകയുണ്ടായി. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പതിവ് പോലെ ഞങ്ങളെ എഴുതി അറിയിക്കുക. നിങ്ങളെ ചിന്തിപ്പിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്ക് തരുന്ന ചന്ദ്രലേഖ വീണ്ടും അടുത്ത അധ്യായത്തിൽ.